ഇതാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഞങ്ങൾ പോകുന്ന ബസ്. നല്ല കയറിയോ? ഔട്ടർ വ്യൂ അത്ര ഭംഗിയിൽ കിട്ടത്തില്ല, പക്ഷേ സീൻ റിവർ ക്രൂസിലും സിറ്റി ടൂറിന് പോകുമ്പോഴും നമുക്ക് ട്രാഫിക്കിൽ നോക്കിയിട്ട് നല്ലൊരു സ്പോട്ടിൽ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഔട്ട്സൈഡ് വ്യൂ ഇത് ജസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാണ്, സെക്കൻഡ് ലെവൽ വിസിറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ ആദ്യം ഒരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്, ആ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു നല്ല വ്യൂ കിട്ടും. അവിടുന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് കയറാം. നമുക്ക് കുറെ ക്ലൗഡി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാഞ്ഞത്. പിന്നെ ഒരു ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ സാന്റാമോണിക്കയുടെ നമ്മുടെ 50 പേരായിരുന്നല്ലോ അല്ലേ? അപ്പോൾ 50 പേരുടെ ട്രിപ്പ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പാരീസിലെ ഐഫൽ ടവർ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഈ പാരീസിലെ പ്രധാനപ്പെട്ട നദിയായിട്ടുള്ള, അതായത് ഈ നഗരത്തെ തഴുകി ഒഴുകുന്ന സീൻ എന്ന് പറയുന്ന നദിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 2 സൈഡുകളിലും ധാരാളം ക്രൂയിസിലുള്ള ബോട്ടുകൾ അടുത്ത് കിടപ്പുണ്ട്. തന്നെയുമല്ല ഏതാനും ബോട്ടുകളൊക്കെ ക്രൂയിസ് നടത്തുന്നുമുണ്ട്. ഞങ്ങളുടെ ക്രൂയിസ് പരിപാടി ഇട്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ ഒരുപക്ഷെ ലൈറ്റിംഗ് കൂടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇതാ മരങ്ങളൊക്കെ നോക്കിയൊക്കെ കണ്ടില്ലേ, ആ മരങ്ങളുടെ പച്ചപ്പൊക്കെ ഇപ്പം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഓട്ടം സീസൺ കഴിഞ്ഞിട്ട് വിൻ്ററിൻ്റെ ഒരു തുടക്കം എന്നോളം അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ പച്ച നിറമൊക്കെ മാറി മറ്റൊരു കളറിലേക്ക് ഇനിയും അത് ഇല പൊഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്ന സീൻ നദി, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലേ കുറച്ച് പോളയെങ്കിലും ഒക്കെ കാണേണ്ടതാണ് അല്ലേ? ഒരു പോള പോലും ഇല്ലാതെ നല്ല ഇളം പച്ച നിറത്തിലുള്ള വെള്ളം. ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 5-6 ബ്രിഡ്ജുകളുണ്ട്. അതിലേതാനും ബ്രിഡ്ജുകളൊക്കെ റോഡാണ്, അതല്ലാത്തതിൽ കൂടി മെട്രോ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും ആയിട്ട് കാണുന്ന നഗരത്തിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് ലെവൽ കൂടിയുണ്ട്, പക്ഷേ സെക്കൻഡ് ലെവലിലാണ് കുറച്ചുകൂടി നല്ല കാഴ്ചകൾ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. തേർഡ് ലെവലിൽ ആൾക്കാർ കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ. ഇവിടേക്ക് വേണമെങ്കിൽ ഏതാണ്ട് ഒരു 700ഓളം സ്റ്റെപ്പുകൾ നടന്ന് വേണമെങ്കിലും കയറാം, അതല്ലെങ്കിൽ ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിൽ കൂടി ആണ് ഞങ്ങളെല്ലാവരും പ്രവേശിച്ചത്. ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കൊന്നും ഒന്ന് കാണേണ്ടത് അല്ലേ? യൂറോപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം, ഒരു രാജ്യമാണല്ലോ ഫ്രാൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഈ ഐഫൽ ടവർ തന്നെ ഏതാണ്ട് വന്നിട്ട് 200 വർഷങ്ങൾക്ക് മേലായിട്ടുണ്ട്. അപ്പോൾ 1889 ഐഫൽ എന്ന് പറയുന്ന മഹാന് ഇത്തരത്തിലുള്ള ഒരു ഇരുമ്പുരുക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടവറാണ്. അപ്പോൾ അതാണ് ആ ടവറിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് പെയിൻറ്റിംഗ് ഒന്നും അടിക്കുന്നില്ല, യഥാർത്ഥത്തിലുള്ള ഇരുമ്പിൻ്റെ ഷേപ്പുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതല്ലാതെ കളറായിട്ടുള്ള പെയിൻറ്റുകളൊന്നും അടിക്കാറില്ല. അതുതന്നെയാണ് അതിൻ്റെ ഒരു തനിമയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പാരീസിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ഈ ഈഫൽ ടവറിൽ വന്ന് കയറുക, അതിന് ചുറ്റുമുള്ള നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ്. സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ, ഇത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നില്ല അല്ലേ? ഈഫൽ ടവർ എന്ന് പറയുന്നത് ഏതാണ്ട് അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നതാണ്. ഏതായാലും ഞങ്ങളെല്ലാവരും പരിപൂർണമായിട്ട് തൃപ്തരാണ്. ഈ ഐഫൽ ടവറിൻ്റെ ഉള്ളിൽ കൂടി ഞാനൊന്ന് നടക്കുകയാണ്. ആൾക്കാരൊക്കെ പോകാനും വരാനുമുള്ള ക്യൂ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ലിഫ്റ്റിൽ കയറുവാനായിട്ടും അതുപോലെ തന്നെ തിരിച്ചു പോകുവാനുമായിട്ടുള്ളവരുടെ ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. എന്തിനാ ബാക്കി എല്ലാവരും?
ഇവിടെ ആൾക്കാരെല്ലാവരും തന്നെ ഇങ്ങനെ ചുറ്റും നടന്ന് കാഴ്ചകളും മറ്റും കാണുകയാണ്. ഇതിനകത്തൊരു ചൂടുണ്ടല്ലേ? ഇതിനകത്തൊരു ചൂടുണ്ട്. ഇവിടെ എൻ്റെ സുവനീറുകളും മറ്റാണോ? ഷോപ്പിങ്, അത്യാവശ്യം ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള സുവനീറുകൾ. ഇതിൻ്റെ വിലകളൊക്കെ പല വിലകളായിരിക്കും. വിലകൾ പലതരത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സുവനീർ വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത് അല്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉച്ചഭക്ഷണം അതെന്തൊക്കെയാണ് ഇതെന്ന് പറഞ്ഞേ? വെജിറ്റബിൾ കറി, സാലഡ്. ഈ ഐറ്റം അത് രണ്ട് സെയിം ആണ്. ചിക്കനാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓരോ ഐറ്റം ഉണ്ട് നമുക്ക്. ഡെസേർട്ട്, ഫ്രൂട്ട്. ആ, Le Palais Bourbon, siège de l'Assemblée nationale où tiennent séance les députés, votant les lois et contrôlant la gestion. Entre le Quai d'Orsay et le Palais Bourbon, l'hôtel de la Sèque est aujourd'hui la demeure du président de l'Assemblée nationale. The Palais Bourbon. This is the seat of the National Assembly, where the elected deputies meet to pass laws and keep an eye on the budget. Between the Quai d'Orsay and the Palais Bourbon, the Hôtel de la Sèque, which is today the home of the President of the National